ഇന്നെൻ്റെ ഒരു വൈകുന്നേര വിശേഷം കണ്ടാലോ? ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് കെട്ടിവെച്ചു. പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ അച്ഛൻ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു കസേരയാണിത്. അച്ഛൻ്റെ ഫോട്ടോ അച്ഛൻ്റെ റൂമിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ അവിടെ തകൃതിയായിട്ടുള്ള ചായപ്പണിയിലാണ്. 4 മണിയൊക്കെ ആവാറായപ്പോഴേക്കും ചായ കുടിക്കാനായിട്ടുള്ള തിരക്കിലാണ്. പിന്നെ ചേട്ടനും പിള്ളേരൊക്കെ വീട്ടിലുണ്ട്. ഇന്ന് അവർ തിരിച്ച് കാരമുക്കിലേക്ക് പോവും. അപ്പോൾ അവർക്ക് ചായ കൊടുത്തിട്ട് വേണം പറഞ്ഞു വിടാനായിട്ട്. അപ്പം അമ്മ പാൽ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് കഴിക്കാനായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നേരെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ചായ ഒഴിച്ചു. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് കോഴിയുടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കായനുറുക്കും ചക്കടയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ പിള്ളേരും ഞാനും ചേട്ടനും അമ്മയും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് 4 മണിയിലത്തെ ചായ കുടിക്കുന്നത് കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. എപ്പോൾ പോകുമ്പോഴായാലും ഒരു ലോഡ് സാധനങ്ങൾ ഉണ്ടാവും. ഇത്തവണ കുറച്ചധികം ചിപ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ ഞാനൊരു കവറിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചേട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്, ഫ്രിഡ്ജിൽ വെക്കേണ്ട ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കല്യാണിയുടെ ഹെയറൊക്കെ ഒന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുകയാണേ. കല്യാണിക്ക് കുറച്ച് മുടിയൊക്കെ വളർന്ന കാരണം കൊണ്ട് തന്നെ കണ്ണിലേക്കൊക്കെ നല്ല രീതിയിൽ മുടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. ഇനി പോകാനുള്ള സമയമാണ്. അപ്പോൾ അക്ഷയും കല്യാണിയും ഒക്കെ അമ്മയോട് യാത്ര പറയാണ്. ഞാൻ കുറച്ച് ദിവസം ഇനി എൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരെ ചേട്ടൻ്റെ കൂടെ കാരമുക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു. കല്യാണിക്ക് ചെറുതായിട്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അവൾ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ പോയി. അതിനുശേഷം ഞാൻ കിച്ചൺ ക്ലീനിങ്ങിലേക്ക് കടന്നു. കുറച്ചധികം പാത്രങ്ങളും ഒക്കെ കഴുകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കഴുകി കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി ഞാനും അമ്മയും മാത്രമുള്ള ഒരു ലോകമാണ് ഈ ഒരു വീട്ടിൽ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അടിച്ചു വരാനായിട്ട് തുടങ്ങുകയാണ്. അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ കുളിച്ച് വിളക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കുളിച്ച് വിളക്കൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിള്ളേരൊക്കെ പോയോടുകൂടി വീട് ആകെ ഉറങ്ങിയ പോലെയാണ് കേട്ടോ. ഭയങ്കര ഒരു സൈലൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ചാടുക എന്നുള്ളതാണ്. ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. മുറ്റത്തേക്ക് വന്ന് മുറ്റമൊക്കെ ഒന്ന് കുറച്ച് നേരം അടിച്ചു വാരി. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ കെയർ ചെയ്തിരുന്നതും ഇതിന് വളം ഇട്ട് കൊടുത്തിരുന്നതും വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നതും ഒക്കെ അച്ഛനാണ്. അപ്പോൾ ഇനി അച്ഛനില്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ നമ്മൾ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറുതായിട്ട് വാടി തുടങ്ങിയപ്പോൾ ഞാൻ അതിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു വൈകുന്നേരം അങ്ങോട്ട് തള്ളി നീക്കി.